ഹായ് ഡിയേഴ്സ്, ഇറ്റ്സ് മീ സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസിൻ്റെ പ്രിയപ്പെട്ട +2 വിദ്യാർത്ഥികളെ, ഇതെന്താണ് സർ, ഇങ്ങനെ ഡേറ്റ് മാറ്റി കളിക്കുകയാണോ, നിങ്ങൾ ഫേക്ക് ന്യൂസ് ആണ് ഇറക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്ന കുട്ടികളായിരിക്കും ഇന്ന് കമൻറ്റ് ബോക്സിലേക്ക് വരുന്നുണ്ടാവുക. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ദിനംപ്രതി വരുന്ന വാർത്തകളിൽ ഓരോന്നും ലേറ്റസ്റ്റ് ആയി കൊടുക്കുമ്പോൾ ഡേറ്റുകളിൽ ചേഞ്ച് വരുന്നുണ്ട്. ഓക്കെ, സൊല്യൂഷൻസിലായിരുന്നു ആദ്യം ഒരു വാർത്ത വന്നത്, +1 റിസൾട്ട് ജൂലൈ മാസത്തിൽ പ്രസിദ്ധീകരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ ചോദിച്ചു, സാർ ഇതെന്താ ഇത്ര ലാഗ് അടിക്കുന്നത്, ജൂണിലാണല്ലോ വരിക, അല്ലെ മെയ് ലാസ്റ്റിലേക്ക് വരുമെന്ന് ഗൂഗിൾ കാണിക്കുന്നുണ്ടല്ലോ, അറ്റ്ലീസ്റ്റ് ജൂൺ 2nd വീക്കിലാണെന്നൊക്കെ ടീച്ചേഴ്സൊക്കെ പറയുന്നുണ്ട്. ജൂണിൻ്റെ സ്കൂൾ തുറന്നുള്ള 2nd വീക്കിലായിരിക്കും റിസൾട്ട് വരുന്നുണ്ടാവുക എന്ന് വാല്യുവേഷൻ ക്യാമ്പിൽ പോയ ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ജൂലൈ മാസത്തിൽ പ്രസിദ്ധീകരിക്കുമെന്ന് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് നോക്കിക്കേ, സ്കൂൾ വാർത്ത എന്ന് പറയുന്ന വെബ്സൈറ്റിൽ ഒരുപാട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്കൂൾ വാർത്തകൾ വരാറുണ്ട്. ആ ചാനലിൽ വന്നിരുന്ന വാർത്ത അതുപോലെ സ്ക്രീൻഷോട്ട് കാണിച്ച് വ്യക്തമായി കാണിച്ചു തന്നിട്ടുണ്ട്. +2വിൻ്റെ റിസൾട്ട് പ്രഖ്യാപിച്ച അന്ന് ഒരു ഡയലോഗ് അവർ പറഞ്ഞിട്ടുണ്ട്, ഇതാ ഈ വർഷത്തെ +1 പരീക്ഷാഫലം ജൂലൈ മാസത്തിൽ പ്രസിദ്ധീകരിക്കും. നോട്ട് ദ പോയിന്റ്, ജൂലൈ മാസത്തിൽ പ്രസിദ്ധീകരിക്കും. ജൂലൈ മാസത്തിൽ പ്രസിദ്ധീകരിക്കും എന്ന് പറഞ്ഞാൽ എന്താ, അത് പ്രസിദ്ധീകരിക്കണം. ഇനി പ്രസിദ്ധീകരിച്ചേക്കും എന്നാണെങ്കിലോ അത് 50-50 ചാൻസാണ്. പ്രസിദ്ധീകരിക്കാൻ സാധ്യത എന്ന് പറഞ്ഞാലോ അത് പ്രോബബിലിറ്റിയാണ്, അതും 50-50ആണ്. പക്ഷേ പ്രസിദ്ധീകരിക്കുമെന്ന് ഇവർ ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് നമുക്ക് വീഡിയോ ചെയ്തിട്ട് കുട്ടികളിലേക്ക് എത്തിച്ചുകൂടാ? സോ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് ഇത് ഞാൻ ഇറക്കിയ ഡേറ്റ് ആണെന്നാ. ഞാനാണോ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഡയറക്ടർ, പരീക്ഷാഭവൻ്റെ ഡയറക്ടർ? ഞാനാണ്. മക്കളെ ജൂലൈ മാസത്തിൽ റിസൾട്ട് വരും, അത് ഞാനല്ല പറയുന്നത്, സൈറ്റുകളാണ് പറയുന്നത്. ആ സൈറ്റുകൾ എത്രത്തോളം കൺഫേംഡ് ആണ് എന്നുള്ളത്, എത്രത്തോളം അത് എന്താ പറയുക ക്വാളിറ്റി ഉള്ള സൈറ്റുകളാണെന്ന് ചോദിച്ചാൽ, സ്കൂൾ വാർത്തയിലൊക്കെ ദിനംപ്രതി ഒരുപാട് വാർത്തകൾ വരാറുണ്ട്. അതൊക്കെ എന്ന് വെച്ചാൽ HSC റിപ്പോർട്ടറിലും സ്കൂൾ വാർത്തയിലാണ് ദിനംപ്രതി ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തകൾ നേരത്തെ വരാറുള്ളത്. ഓക്കെ, അപ്പോൾ അവരാണ് ജൂലൈ മാസം എന്ന് പറഞ്ഞത്. എന്നാൽ ഇന്നലെ നമ്മുടെ HSCയുടെ സൈറ്റിൽ എന്ത് ഡേറ്റാണ് കാണിച്ചത് നിങ്ങൾ പറ? ജൂൺ 3-ാം തീയതി ഉച്ചക്ക് 2 മണിക്ക് അല്ലേ, ഉച്ചക്ക് 2 മണിക്കോ 3 മണിക്കോ ഇന്നലെ കാണിച്ചത് ഓർമ്മയുണ്ടോ? 3 മണിയല്ലേ? യെസ്, അല്ല 2 മണിക്ക്. ഇന്നലെ കാണിച്ചത് 1 മണിയാന്ന് തോന്നുന്നത്. യെസ്, 1 മണി. എനിക്ക് നോട്ട് ദ പോയിന്റ്, എനിക്ക് ഓർമ്മയുണ്ട്. ഇന്നലെ ജൂൺ 3-ാം തീയതി ഉച്ചക്ക് 1 മണിക്ക്, അതായത് ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്താണ് റിസൾട്ട് വരിക എന്ന് പറഞ്ഞ ഡയലോഗ് എനിക്ക് ഓർമ്മയുണ്ട്. ഓക്കെ, അത് വീണ്ടും മാറ്റി. നോട്ട് ദ പോയിന്റ്. നിങ്ങൾ വിചാരിക്കുന്നത് MS മാറ്റുന്നതല്ല. ഇനി സൈറ്റ് എടുത്ത് കാണിച്ചില്ലെങ്കിൽ നാളെ നിങ്ങൾ എന്ത് ചെയ്യും? എൻ്റെ പുരയിൽ വന്ന് മഞ്ഞച്ചോറുന്നതിൻ്റെ അവസ്ഥയിലേക്ക് എത്തും. നോക്കിക്കേ, അപ്കമിങ് റിസൾട്ട് ഫസ്റ്റ് ഇയർ മാർച്ച് എക്സാമിനേഷൻ 2025 എഴുതിയ കുട്ടികളുടെ റിസൾട്ട് ജൂൺ 2-ാം തീയതി ഉച്ചക്ക് 3 മണിക്കാക്കി മാറ്റിയിട്ടുണ്ട്. ഡേറ്റ് വീണ്ടും അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ നിങ്ങളൊക്കെയോ സാറേ, അപ്പോൾ ഇന്നലെ ഇതേ സൈറ്റിൽ കാണിച്ച സമയം ജൂൺ 3 ഉച്ചക്ക് 1 മണി എന്നായിരുന്നല്ലോ, അത് വീണ്ടും മാറ്റിയില്ലേ? ഇനിയും മാറ്റാനുള്ള ചാൻസ് ഉണ്ടോ? സൊല്യൂഷൻ പറയണം മക്കളെ, അത് ഇനിയും മാറ്റിയിരിക്കും. കാരണം എന്താ? നോട്ട് ദ പോയിന്റ്, എക്സ്പെക്റ്റഡ് ഡേറ്റ്, നോട്ട് ഒഫീഷ്യൽ ഡേറ്റ്. ഒഫീഷ്യൽ ആയുള്ള ഡേറ്റ് അല്ല, എക്സ്പെക്റ്റഡ് ഡേറ്റ്, കൺഫേംഡ് ഡേറ്റ് അല്ല. പ്രതീക്ഷിക്കുന്നത്, അതായത് HSCയിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നിങ്ങളോട് പറയാണ് സൈറ്റിലൂടെ, മക്കളെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ജൂൺ 2-ാം തീയതി 3 മണിക്ക് പുറത്തു വിടാനാണ്. അത് നടന്ന് ഓക്കെ, അതുകൊണ്ട് ഇപ്പോഴുള്ള ഡേറ്റ് മാറിയിരിക്കുന്നു. തീർച്ചയായിട്ടും ജൂൺ 2-ാം തീയതി ഉച്ചക്ക് 3 മണിയാണ് നിലവിൽ ഈ ദിവസം. മെയ് 30, 31, ഇന്നെത്ര? 30, മെയ് 30-ാം തീയതി വന്നിരിക്കുന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് പ്രകാരം ജൂൺ 2-ാം തീയതി ഉച്ചക്ക് 3 മണിക്ക് റിസൾട്ട് പ്രസിദ്ധീകരിക്കും. എക്സ്പെക്റ്റഡ് ഡേറ്റ്. ഇനിയും കമൻറ്റ് ബോക്സിൽ പൊങ്കാലകൾ വരട്ടെ, സൊല്യൂഷൻ മാറ്റി കളിക്കുകയാണെന്ന്. എടാ, ഇത് ഞാനല്ല മാറ്റുന്നത്, സൈറ്റ് HSCയുടെ, ഇത് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ സൈറ്റാണ്. നോക്കിക്കേ, ഡയറക്ടറേറ്റ് ഓഫ് ജനറൽ എഡ്യൂക്കേഷൻ, ഗവൺമെൻറ് ഓഫ് കേരള, അവർക്ക് കിട്ടാനുള്ള തറികൾ എന്നിലേക്ക് മാത്രമായി ചുരുക്കപ്പെടുന്ന അവസ്ഥ. സോ തീർച്ചയായിട്ടും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ്, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. സോ HSC ആൻഡ് VHSC റിസൾട്ട് വരുന്ന ഡേറ്റ് വിൽ ബി എക്സ്പെക്റ്റഡ് ഓൺ June 2, 2025 at the time 3 PM. ഓക്കെ, സോ വീണ്ടും കാണാം. ഇറ്റ്സ് മീ സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.